അതായത് കൈ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. അതുകൊണ്ട് ഒരു കൈ പിടിച്ചു വെച്ചിട്ടാണ് എഴുതാൻ പോലും ഒരു കൈ ഇങ്ങനെ പിടിച്ചു വെക്കണം. ആ കൈ കൊണ്ടാണ് മനസ്സിനെ വരുതിയിൽ നിർത്തിയിട്ട് ഈ ക്രാഫ്റ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോ ഷിജി ഇത് എത്ര സമയം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഈ ക്രാഫ്റ്റ് ഒക്കെ? ഇതൊക്കെ നിർമ്മിച്ചേക്കെന്ന് വെച്ചാൽ മൊത്തം ബേസ് ബോർഡാണ് ഈ സാധനം നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ TV ഫ്രിഡ്ജൊക്കെ പാക്ക് ചെയ്ത് വരുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് ഉപയോഗിച്ചാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മെറ്റീരിയൽ, അതായത് ബേസ് ബോർഡും ഫെവിക്കോള്, നമ്മൾ ഒട്ടിക്കാൻ എടുക്കുന്ന പശ, ഈ സാധനം എല്ലാം ഉണ്ട്. നമ്മൾ ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ബോഡി വർക്ക് നമുക്ക് തരും. അതായത് ഇപ്പോ ഇതേപോലെ ഒരു കാറ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നല്ല ഉറപ്പുണ്ടല്ലോ. അതൊക്കെ എന്ന് വെച്ചാൽ ബേസ് ബോർഡ് മാത്രം. ഇത് കട്ടി കൂട്ടി 2 പീസ് കൂട്ടി ഒട്ടിച്ച് ആണ് ഈ സാധനങ്ങളെല്ലാം ഞാൻ നിർമ്മിച്ചത്. ഇതൊക്കെ ഓരോ പീസുകൾ നമ്മൾ സെപ്പറേറ്റ് വെട്ടി ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ പെയിന്റിങ്ങിനായിട്ട് പുട്ടിയിടും. അതെ, പുട്ടിന്ന് പറയുമ്പോൾ ഒറിജിനൽ പുട്ടിയല്ല, നമ്മൾ പെയിന്റിൽ ചോക്ക് പൗഡർ ചേർത്ത് പുട്ടിയാക്കി ഇടുന്നതാണ്. ഇത് പെയിന്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം വെയിലത്ത് വെക്കും. സാധനം വെയിൽ കൊള്ളുമ്പോൾ ഒന്ന് അങ്ങോട്ട് പവറാകും. ബേസ് ബോർഡിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് നനയ്ക്കാൻ വെള്ളം വീണ് കഴിഞ്ഞാൽ പോകും. ഇത് ഈ മഴക്കാലത്തൊക്കെ ഈ സാധനം ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ ഞെങ്ങലുണ്ടാവും. കാരണം ഈ തണുപ്പിന്റെ ഇതുകൊണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ സാധനം ഞാൻ ഈ ഓടിക്കാൻ പറ്റിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു വള്ളി കെട്ടി വെറുതെ റോട്ടിൽ കൂടി ഇവിടെ ജംഗ്ഷനിൽ കൊണ്ടുപോകും. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് അങ്ങോട്ട് കൂടും. അപ്പോൾ ചില ആൾക്കാർ പറയും, എടാ എനിക്ക് ഈ വണ്ടി തരാമോ, എത്ര കാശ് വീണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങുന്നവരുണ്ട്. പിന്നെ അല്ലാണ്ട് ചില ആളുകൾ അവർക്ക് ഇന്ന മോഡൽ വേണം എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ബുക്ക് ചെയ്ത് ഉണ്ടാക്കിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇപ്പം ഈ ഇരിക്കുന്ന സാധനങ്ങളിൽ ഒരു കണ്ടെയ്നർ ലോറി, ഈ ലോറി ഇത് കഴിഞ്ഞ വർഷം എന്ത് ചെയ്ത് ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു. അതിന് വാക്സിൻ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു സ്പടികൻ ലോറിയുമായി ഷിജി എന്നും പറഞ്ഞാണ് അന്ന് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇത് വന്നതുകൊണ്ട് ഇത് വയനാടുള്ള ഒരു ചേട്ടൻ പടം എനിക്ക് അയച്ചു വന്നു. അദ്ദേഹത്തിന് ഈ വണ്ടി ഉണ്ട്, ഇതിനുണ്ടാക്കി കൊടുക്കണമെന്ന് പടം അയച്ചു വന്നു. അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ്, ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഇരിക്കുന്ന ഇന്ത്യൻ ഈ കപ്പൽ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് ഇല്ലാത്ത മോഡലാണ്. INS ഇന്ത്യ